ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് ബ്രസീൽ കൊളംബിയയെ പരാജയപ്പെടുത്തി. മത്സരത്തിൽ റാഫീഞ്ഞ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടി. വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു വിജയ ഗോൾ നേടിയിരുന്നത്. പകരക്കാരായി ഇറങ്ങിയ വെസ്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയതോടുകൂടിയാണ് ബ്രസീലിന് ഈ ഒരു മത്സരത്തിൽ വിജയം നേടാൻ കഴിഞ്ഞത്. പക്ഷേ ബ്രസീലിന്റെ 7 താരങ്ങൾ ഈ മത്സരത്തിൽ വിലക്ക് ഭീഷണിയിലായിരുന്നു. 2 താരങ്ങൾക്ക് വിലക്ക് ലഭിക്കുകയും ചെയ്തു. ബ്രൂണോ ഗിമറസ് അതുപോലെ തന്നെ ഗബ്രിയേൽ മഗല്ലസ് എന്നിവർക്ക് അടുത്ത അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ കഴിയില്ല. വിനീഷ്യസ് ജൂനിയർ വിലക്കിന്റെ ഭീഷണിയിലായിരുന്നു. ഈ മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് ലഭിച്ചിരുന്നുവെങ്കിൽ വിനിക്ക് അർജന്റീനക്കെതിരെ കളിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ നിയന്ത്രിച്ച് നിർത്തിയത് അത് ബ്രസീലിന്റെ സൂപ്പർ താരമായ റാഫീഞ്ഞയാണ്. അദ്ദേഹം ഒരു യഥാർത്ഥ ലീഡറാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വിനീഷ്യസ് ജൂനിയർക്ക് യെല്ലോ കാർഡ് ലഭിക്കാവുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം കൃത്യമായി കൊണ്ട് ഇടപെടുകയായിരുന്നു. ഒരു സമയത്ത് വിനീഷ്യസ് ജൂനിയർ ഒരു കൊളംബിയൻ താരത്തോട് അനാവശ്യമായി തർക്കിക്കുകയായിരുന്നു. ആ സമയത്ത് റാഫീഞ്ഞ വിനീഷ്യസിനോട് കട്ടക്കലിപ്പിലാവുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയറെ റാഫീഞ്ഞ പിറകിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു, അവിടെ നിന്നും മാറ്റി എന്നർത്ഥം. മാത്രമല്ല മത്സരത്തിന്റെ അവസാനത്തിൽ വിനീഷ്യസ് ജൂനിയറെ ഡൊറിവാൽ ജൂനിയർ പിൻവലിച്ചു. ആ സമയത്ത് കളിക്കളം വിടാൻ ഒരൽപ്പം ലാഗ് അടിപ്പിക്കുകയായിരുന്നു വിനീഷ്യസ് ജൂനിയർ. പക്ഷെ ഇത് റാഫീഞ്ഞക്ക് ഒട്ടും പിടിച്ചില്ല. കാരണം അവിടെ ഒരു യെല്ലോ കാർഡ് വിനിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. വളരെ ദേഷ്യത്തോടു കൂടിയാണ് റാഫീഞ്ഞ വിനീഷ്യസിനോട് കളിക്കളത്തിൽ നിന്നും പുറത്തു പോവാൻ ആവശ്യപ്പെട്ടത്. അത് റാഫീഞ്ഞ മാത്രമല്ല, അവിടെ മാത്യൂസ് കുഞ്ഞയും ഉണ്ടായിരുന്നു. രണ്ടുപേരും വിനിക്ക് യെല്ലോ കാർഡ് കിട്ടുന്നതിൽ നിന്നും, അവസാന നിമിഷം യെല്ലോ കാർഡ് കിട്ടുന്നതിൽ നിന്നും തടയുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബ്രസീലിന്റെ ഒരു യഥാർത്ഥ ലീഡറുടെ റോളാണ് ഇന്നത്തെ മത്സരത്തിൽ റാഫീഞ്ഞ ചെയ്തിട്ടുള്ളത്. പ്രകടനം കൊണ്ടും മറ്റു പെരുമാറ്റങ്ങൾ കൊണ്ടും അദ്ദേഹം യഥാർത്ഥ ലീഡറുടെ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. നെയ്മറുടെ അഭാവത്തിൽ റാഫീഞ്ഞയാണ് ഇപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണാം.